മിശിഹാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആധ്യാത്മിക മക്കളെ, വിവിധ തരത്തിൽ പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടുമെല്ലാം എന്നെ സഹായിക്കുന്നവരെ, എൻ്റെ ബന്ധുമിത്രാദികളെ, നിങ്ങളെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതാണല്ലോ ക്രിസ്മസിൻ്റെ പൊരുൾ. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീരുന്നു, നമ്മൾ ഓരോരുത്തരെയും ദൈവമക്കളാക്കി തീർക്കുവാൻ. ഇതാണ് മനുഷ്യാവതാര രഹസ്യം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉണ്ണീശോയെ 2 പലകഷങ്ങൾ കൊണ്ടുള്ള ഒരു പുൽക്കൂട്ടിൽ വെച്ച് ചിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2 ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിലൊന്ന്, ദൈവം മനുഷ്യരായി എന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു പോഷത്വമാണ്, ദൈവിക പോഷത്വം. ആരായിരുന്നു യേശു? നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 1 വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, യേശുനാഥൻ മനുഷ്യനായി അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അധ്യായം 2:5-6 വായിക്കുന്നത് പോലെ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ഒരു ദാസനായി ഒരു മനുഷ്യനായി തീരുന്നു എന്ന വലിയ ലക്ഷ്യം. ഒന്നാലോചിച്ച്, സകല മാലാഹമാരാലും സ്വർഗത്തിൽ എപ്പോഴും സ്ത്രീകളും ആരാധനകൾ നൽകപ്പെട്ട് പരിശുദ്ധൻ 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 എന്ന ജയ് വിളികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യനായിത്തീരുന്നു. ഒരു മനുഷ്യനായി തീരുകയല്ല, മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ഒരു മനുഷ്യൻ്റെ പാപാവസ്ഥ ഒഴികെ, അഥവാ പാപം ഒഴികെ എല്ലാത്തിൻ്റെയും അവസ്ഥയിൽ ഒന്നായിത്തീരുക. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ അധ്യായം 5:21 നമ്മെ വിശുദ്ധീകരിക്കാൻ അവൻ പാപമായി മാറി. അതുപോലെ ഗലാത്യർക്കെഴുതിയ ലേഖനം അധ്യായം 3:13 കുരിശിൽ അവൻ ഒരു ശാപമായി മാറി. അപ്പോൾ ഒരു മനുഷ്യനായി പിറക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം, ഞാൻ പറയുവാണ്, ഒരു വിഡ്ഢിത്തരമാണ്, ഒരു ഭോഷത്തരം. ഈ ഭോഷത്വത്തിലൂടെയാണ് നാം രക്ഷ പ്രാപിച്ചത്. ഹല്ലേലൂയ. ഗ്രഹിക്കാൻ, മനുഷ്യബുദ്ധി ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ത്രിത്വത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു കോൺക്ലേവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ. താഴേക്ക് നോക്കിയപ്പോൾ കാണുന്നത് മനുഷ്യകുലം തൻ്റെ പാപം ചെയ്ത് തനിക്ക് നൽകപ്പെട്ട ആ സാദൃശ്യവും ആ ദൈവിക മഹത്വവും എല്ലാം ഇല്ലാതാക്കി. എന്നിട്ട് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു. ഉൽപ്പത്തി അധ്യായം 6 വചനം 6 ജെറമ്യായിൽ നാം വായിക്കുന്നത് പോലെ 2 തിന്മകൾ മനുഷ്യൻ ചെയ്തു. മനുഷ്യൻ ജീവജലത്തിൽ ഉറവിടമായ എന്നെ ഉപേക്ഷിച്ചു, അതായത് ദൈവത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് ജലം തരാത്ത പൊട്ടക്കണ്ടുകളുടെ പിന്നാലെ പോയി. ജെറമ്യാ 2:13 പറയുന്നു. ഇനിയും കഴുതേക്കാലും ദൈവത്തെ തിരിച്ചറിയാത്ത ഒരു ജനതയായി മാറിയെന്ന് യെശയ്യാ പ്രവാചകൻ അധ്യായം 1:2 വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. അതായത് മൃഗങ്ങളെക്കാൾ കിടയായി മനുഷ്യൻ പാപാവസ്ഥയിലായി. ഈ അവസരത്തിൽ പിതാവായ ദൈവം ഒരു പക്ഷെങ്കിൽ അഭിപ്രായം വെച്ചു കാണും. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രവാചകന്മാരെയൊക്കെ അയച്ചു, പുരോഹിതന്മാർ പല ക്രിയകളും പ്രാർത്ഥനകളും നടത്തുന്നു, പക്ഷേ രക്ഷപ്പെടുന്നില്ല. നമ്മൾ ഒരാൾ ഒരു മനുഷ്യനെ പോലായി അവൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ആ പാപത്തിൻ്റെ ഫലങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയുണ്ടാവും. ആര് പോവും? മിക്കാറും ഒരു വലിയ നിശബ്ദതയ്ക്ക് ശേഷം യേശു പറഞ്ഞു കാണും, പിതാവേ, അപ്പച്ച, ഞാൻ പോയിക്കോളാം. അത് വലിയൊരു തീരുമാനമായിരുന്നു ത്രിത്വത്തിലെ. മനുഷ്യാവതാരം എന്ന ആ വലിയ മഹാരഹസ്യത്തിൻ്റെ ആരംഭം. ആ രഹസ്യമാണ്, ആ സന്ദേശമാണ് മറിയത്തിന്
ഗബ്രിയേൽ മലാഹ കൊടുക്കുന്നത്. അതിന് മറിയം യേശു പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, അതെ, ഈശോ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ജഡവും ഏറ്റെടുക്കുകയായിരുന്നു. മറിയം യേശുവിൻ്റെ മാതാവാണ് എന്ന് പറയുമ്പോൾ, അഥവാ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മുടെയും കൂടി അമ്മയാണ്. കാരണം യേശുവിൻ്റെ ജഡത്തിൽ നമ്മുടെ ജഡമാണ് അതെടുക്കപ്പെട്ടത്. അപ്പോൾ കുരിശിൽ വെച്ച് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയെന്ന്. അതിന് മുമ്പേ തന്നെ മറിയം ഇതാ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ, അഥവാ മനുഷ്യാവതാര രഹസ്യത്തിന് അത് യേശു പറഞ്ഞപ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ അമ്മയായിത്തീരുന്നു അവൾ. ഹല്ലേലൂയ! ഇത് വലിയ പച്ച പരമാർത്ഥമാണ്. ഞാൻ പലപ്പോഴും ധ്യാനിക്കുന്ന ഒരു വിഷയവുമാണ്. ഇനിയും അതെ, മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യൻ്റെ ജഡം ഏറ്റെടുക്കുക, ശുദ്ധ മണ്ടത്തരം. ഈ മണ്ടത്തരമാണ് അത് മനുഷ്യനെ രക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ നമ്മൾ 1 കൊരിന്ത്യർ അധ്യായം 1 കൊരിന്ത്യർ അധ്യായം 1 വചനം 25 നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഹല്ലേലൂയ! അതെ, നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ, അഥവാ ഈ വിരോധാഭാസം ഈശോയിൽ കാണുമ്പോൾ, ഞാൻ പറയുന്നത് വിരോധാഭാസം, ഈശോ തന്നെ ഒരു വിരോധാഭാസമായിരുന്നു. അത് ഒരു പാരഡോക്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഭോഷത്വം അതിൽ പങ്കുകൊള്ളുവാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. 1 കൊരിന്ത്യർ അധ്യായം 1 വചനം 18. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർ അധ്യായം 4 വചനം 10 മുതൽ, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ, ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരമേറ്റും പർപ്പടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൾ കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൽ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ! ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഈ വിരോധാഭാസത്തിലുള്ള ജീവിതം, അഥവാ ഞാൻ പറയും ദൈവിക ഭോഷത്വത്തിലുള്ള ജീവിതം. ഞാൻ ഓർക്കുന്നു, ഞാൻ അച്ഛനാൻ പോകാൻ തരുന്ന കൂട്ടുകാർ പറഞ്ഞത്, അടാ നിനക്ക് നല്ല ഒരു യുവത്വമുണ്ട്, ആരോഗ്യമുണ്ട്, നീ നല്ല പഠിച്ചു പാസ്സായി, എവിടെയെങ്കിലും ഉയർന്ന ഉദ്യോഗമൊക്കെ മേടിച്ചെന്ന് വീട്ടുകാരെ സഹായിച്ച് ഒരു പെണ്ണും കെട്ടി നല്ലതാ ജീവിക്കല്ലേ നല്ലത്. എന്തിനീ മണ്ടത്തരം, അച്ഛനാൻ പോകുന്ന ബ്രഹ്മചര്യവും കാത്ത്. എൻ്റെ ഒരു അമ്മായി അത് പറയുണ്ടായി ഓർക്കുന്നു, എൻ്റെ വീട്ടിലെ ഏറ്റവും ആരോഗ്യമുള്ള എൻ്റെ വലിയപ്പനെ പോലിരിക്കുന്ന നീ അത് ഇതുപോലെ സന്താനങ്ങൾ കുടുംബത്തിലുണ്ടാണ്, കുടുംബത്തെ നല്ല ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് അച്ഛനാകാതെ പെണ്ണ് കെട്ടുന്നതായിരിക്കും നല്ലതെന്ന്. അതെ, അവൾക്കും തോന്നി, അതെ അച്ഛനാണ് ഒരു മണ്ടത്തരമാണ് എന്ന്. അത് പിന്നീട് പല എൻ്റെ കൂട്ടുകാരും അങ്ങനെ പറഞ്ഞ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് ഈ ബ്രഹ്മചര്യവും കാത്ത് എല്ലാം ഈശോയെ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് എന്തൊരു ശുദ്ധ മണ്ടത്തരമാണ് എന്ന്. പ്രിയമുള്ള ദൈവിക ജീവിതം അഥവാ യേശുവിൻ്റെ ജീവിതം മനുഷ്യൻ്റെ മുമ്പിൽ ഭോഷത്വമാണ്. ഹല്ലേലൂയ! ഇതാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുണ്ടായത്. അതെ, പൗലോസ് പുസ്തകം പറഞ്ഞത്, അതെ യേശുവിനെ പ്രതി അതെ ഞങ്ങൾ ഭോഷന്മാർ, വിഡ്ഢികൾ. അതെ, ഇങ്ങനെ വിഡ്ഢികളാകാൻ നമ്മൾ തയ്യാറാകുന്നു. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈശോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതെ ത്യജിക്കപ്പെടുമ്പോൾ നമുക്കെല്ലാമുണ്ട്, സഹിക്കുമ്പോൾ സന്തോഷമുണ്ട്, മരിക്കുമ്പോൾ ജീവനുണ്ട്, നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നു, ബലഹീനതയിൽ ശക്തരാകുന്നു. ഇതൊക്കെ കർത്താവിൻ്റെ ആ പാരഡോക്സുകൾ, അതായത് വിഡിത്തമാണ് നമ്മൾ കാണുന്നത്. ഈ വിഡിത്തത്തിൽ പങ്കുകൊള്ളുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് പുൽക്കൂട്ടി നോക്കി ധ്യാനിക്കുമ്പോൾ കർത്താവ് തരുന്ന ഒരു സന്ദേശം. എൻ്റെ വിഡിത്തത്തിൽ, എൻ്റെ എളിമയുടെ ജീവിതത്തിൽ അത് പങ്കാളിയാകുവാൻ തയ്യാറാണ്. ഒരു വിഷയം മറ്റുള്ളവരെ പ്രതി അത് വേദന സഹിക്കുക,
മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുക, മറ്റുള്ളവരുടെ രക്ഷയെ പ്രതിയിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദീപലി സംബന്ധിക്കുക. ഇതൊക്കെ അതെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ വിഡ്ഢിത്തരമാണ് ഇല്ലേ? ഈ വിഡ്ഢിത്തരമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്, ഈ പുൽത്തൊട്ടിയിൽ. ഈ വിഡ്ഢിത്തത്തിൽ നമുക്ക് പ്രിയമുള്ളവരെ പങ്കാളികൾ ആകുവാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാഴ്ചപ്പാട്, രണ്ടാമത്തെ ചിന്താഗതി ഇതാണ്. അത് ഈശോയുടെ സ്വാർത്ഥ സ്നേഹം. സ്വാർത്ഥത പാടില്ല നമ്മൾ പറയില്ലേ, എന്നാൽ ഒരു ദൈവിക സ്വാർത്ഥത. നമുക്കറിയാം, ദൈവം ആദ്യം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. അവർ സുന്ദരന്മാരായിരുന്നു, എല്ലാവിധ കൃപകളും നിറഞ്ഞവരുമായിരുന്നു. അവർ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ അവർക്കായി ദൈവം നരകം സൃഷ്ടിച്ച് നരകത്തിലേക്ക് അവരെ അയച്ചു. മനുഷ്യനും അതേ പാപം ചെയ്ത് ധിക്കാരം, ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. അവർക്ക് വേണ്ടി ഒരു നരകം സൃഷ്ടിച്ച് അവർ നരകത്തിലേക്കായിരുന്നു വിടേണ്ടത്. പക്ഷേ ദൈവം അത് ചെയ്തില്ല. പിന്നെയോ അവൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത്, പാപത്തിൻ്റെ പരിണത ഫലങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് രക്ഷിക്കാൻ തിരുവുള്ളമാകുന്നു. എന്താണ് കാരണം? ദൈവത്തിന് മനുഷ്യനുള്ള ഈ സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ കാര്യം എന്താണ്? നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം 1:26. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതെ, ദൈവത്തിൻ്റെ അംശം തന്നെ നമ്മളിലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന മനുഷ്യനെ അത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത ശേഷം അവൻ ആസ്വാദാരങ്ങളുടെ ആത്മാവിനെ ഊതി എന്ന് ഉൽപ്പത്തി പുസ്തകം 2:7. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ ആത്മാവ് വസിക്കുന്നവനാണ് മനുഷ്യൻ. അതിനെ അങ്ങനെ വെറുതെ നരകത്ത് വിടാൻ പറ്റത്തില്ല, അവനെ രക്ഷിച്ചേ മതിയാവും. അതെ, അപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഒരു സ്വാർത്ഥ സ്നേഹം. ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ തന്നെ ഭാഗവാക്കുകളാണ്. മാത്രമല്ല, ക്രിസ്ത്യാനികളായ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനതയും ഒരു പുരോഹിത ജനവും ദൈവത്തിൻ്റെ സ്വന്തവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ അങ്ങനെ കൈവിട്ട് നരകത്തിലേക്ക് ഒഴുകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, തൻ്റെ ഏകജാതയെ നൽകുവാൻ തക്കവിധം. യോഹന്നാൻ 3:16. അഥവാ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി അതെ മരിക്കുന്നു എന്ന് പറയുമ്പോൾ റോമാക്കാർ ലേഖനം അധ്യായം 5:8 നാം പാപികളായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുമേ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വലിയ രഹസ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, ഒരപ്പൻ തൻ്റെ മകൻ എത്ര തിന്മ ചെയ്താലും മകൻ തന്നെയാണ്, അവനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ സ്നേഹിക്കാതിരിക്കാൻ തരമില്ല. കഴിഞ്ഞ ദിവസം അത് ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മ വന്ന് പറഞ്ഞത്, എൻ്റെ അച്ഛ, എൻ്റെ മകൻ പള്ളിയിൽ പോകുന്നവനും കുർബാനയ്ക്ക് വിടുന്നവനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ദൈവത്തിൽ ഒരു വിശ്വാസമില്ല, മദ്യപാനവും പുകവലിയും സ്വയം പോവും, കണ്ട സ്ത്രീകളുടെ പിന്നാലെ പോവുകയും കഴിഞ്ഞ ദിവസം വന്ന് അത് അപ്പൻ്റെ ചുവട്ടിൽ തളിച്ചു, എന്നെ പിടലിക്ക് പിടിച്ച് വീട്ടിന് പുറത്തുള്ളി. എൻ്റെ അച്ഛ, അവനെ കളയാൻ പറ്റുമോ? അവന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അച്ഛൻ 9 നൊവേന കുർബാന ചൊല്ലി കാഴ്ച വെക്കണേ മാതാവിനെ പ്രതി. ഞാൻ ആ തള്ളയെ നോക്കുകയായിരുന്നു. ഇതുതന്നെയല്ലേ ഒരു ദൈവത്തിലുള്ള സ്നേഹം നമ്മളുള്ളതും? ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു മാതാവിൻ്റെ സ്നേഹം ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു അമ്മ തൻ്റെ മകനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന യെശയ്യാ പ്രവാചകൻ 49:15 പറഞ്ഞ വാക്ക്, അത് ഉള്ളംകൈയിൽ പേരഹപ്പെടുത്തപ്പെട്ട സ്നേഹം, ആ വലിയ സ്നേഹം നമ്മൾ ഓരോരുത്തരും കാണിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് താൻ മനുഷ്യാവതാരം ചെയ്തത്. അതെ, മനുഷ്യാവതാരത്തിലൂടെ അഥവാ മനുഷ്യൻ്റെ ജഡം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യൻ ജഡത്തിൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മനുഷ്യനെ രക്ഷിക്കാൻ ഉള്ള ആ തീരുമാനം അഥവാ ആ തീരുമാനം നടപ്പിൽ വരുത്തൽ ദൈവത്തിൻ്റെ മനുഷ്യനുള്ള വലിയ സ്നേഹമായിരുന്നു. അതെ, ദൈവത്തിൻ്റെ സ്വാർത്ഥ സ്നേഹം. ഈ സ്നേഹത്തിന് മുമ്പിൽ പ്രിയമുള്ളവരെ നമ്മൾ മുട്ടുമടക്കണം, അവിടുത്തെ സ്നേഹിക്കണം. എങ്ങനെ? അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14:15. അപ്പം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് മറുപടി കൊടുക്കുവാനായിട്ട്. ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ്. ഞാൻ ഓർത്തു പോവാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏതെങ്കിലും ഒരു കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടോ ഒരു പാവ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ.
കാറ്റ് വന്നാൽ ഈ പാവ കയ്യിൽ പോയി ഒരു ചെളിക്കൊണ്ട് വീണു. ചെളിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കക്കൂസിലെ ജലമെല്ലാം കൂടി കിടക്കുന്ന ഒരു ജലാശയത്തിലേക്ക്. ഒത്തിരി വിഷമം തോന്നുന്നു, എടുക്കണമെന്നുണ്ട്, എടുക്കാൻ ഒരു മാർഗവും കാണുന്നില്ല. അപ്പോൾ വഴിയെ പോയി ഒരു മനുഷ്യൻ പറയാണ്, നീ നിന്റെ മനുഷ്യത്വം കളഞ്ഞ് നീ ഒരു പാവയായി തീരുകയാണ് എങ്കിൽ പോയി എടുക്കാൻ പറ്റും. പാവയായി ആ വെള്ളത്തിൽ പോയി അത് അവനോട് താങ്ങുകയാണെങ്കിൽ. ഞാനോ നിങ്ങളോ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര ശുദ്ധ മണ്ടത്തരം കാണിക്കാം. നമ്മൾ പറയും വേറെ പാവ ഉണ്ടാക്കാം, വേറൊന്നിനെ മേടിക്കാമെന്ന് പറയും. ഇല്ല, നിനക്ക് പകരമായി ഈ ലോകത്തിൽ ആരുമില്ല. അത് നിന്റെ ആത്മാവിന് പകരമായി വേറെ ആത്മാവിനെ നൽകാൻ സാധ്യമല്ല. ദൈവം നിന്നെ പ്രത്യേകമായി വ്യക്തിപരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ ആത്മാവ് നശിച്ചാൽ ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ഫലം എൻ്റെ കഥ പറയുണ്ടായല്ലോ, ലൂക്ക 9:25. പ്രിയമുള്ളവരെ, നമ്മുടെ ആ മഹനീയത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാലാഹമാരേക്കാൾ അല്പം ചെറുതായി സൃഷ്ടിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ഛായയിൽ. അതുകൊണ്ട് നമ്മളുടെ ആ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം നമ്മൾ കാണുന്നു ഈ പുൽത്തൊട്ടിയിൽ. ആ സ്നേഹത്തിന് പ്രത്യുത്തരമായിരിക്കട്ടെ നമുക്ക് അവിടുത്തുള്ള സ്നേഹം, കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ആ സ്നേഹം. ഈ 2 സന്ദേശങ്ങളാണ്, അത് 2 ആശയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലായിരുന്നു. ജലദോഷം പിടിച്ചു, ജലദോഷം മാറിയില്ല, എൻ്റെ സ്വരം അടപ്പുണ്ട്, ക്ഷമിക്കണം. അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി പറയുന്നു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി കൈനീട്ടി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കേൾക്കട്ടെ, സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകളും 2017 ആശംസകളും നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകാവസാനം എന്നൊക്കെ പല ആളുകളും വിളിച്ചു പോകുന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നാശത്തെപ്പറ്റി പറയുന്ന പ്രവാചകന്മാരെയും നാശത്തെപ്പറ്റി പ്രവചിക്കുന്നവർ നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവിൻ്റെ ലോകത്തിൻ്റെ അവസാനം വരണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് സംഭവിക്കാൻ പൂർത്തീകരിക്കണം. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24:14 വായിക്കുന്നുണ്ട്. ലോകമാശകളും എല്ലാവരോടും സുവിശേഷം അറിയിക്കും, അപ്പോൾ അവസാനമാകുമെന്ന്. നമ്മൾ ഓർക്കണം, ഇതുവരെ വിജാതിയരോട് ദൈവത്തിൻ്റെ വചനം വേണ്ട വിധം നമ്മൾ പ്രഘോഷിച്ചിട്ടില്ല. വലിയൊരു ലോകം, മുസ്ലിം ലോകം, നമ്മൾ ഇതുവരെ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ രീതിയിൽ കഴിഞ്ഞ 20 വർഷക്കാലം പ്രഘോഷിച്ചതിന് ഫലമായി ഏറെ പേർ മാനസാന്തരപ്പെട്ടു. ഇതുവരെ തിരിച്ചവ അതിന് വേണ്ട യത്നം ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെയിലോ മറ്റ് മതങ്ങളുടെയിലോ മതസ്ഥരുടെയിലോ ജീവിക്കുന്ന കർത്താവിൻ്റെ സന്ദേശം ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. എന്തൊരു പറയുന്നു, ക്രൈസ്തവർക്ക് തന്നെ സുവിശേഷം അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ ആ നവസുവിശേഷീകരണത്തെപ്പറ്റി മാർപ്പാപ്പമാർ പറയുന്നത്. പ്രിയപ്പെട്ട അതുകൊണ്ട് ഇവരൊക്കെ ചില ഭൂകമ്പം അല്ലെങ്കിൽ യുദ്ധം ഇതിലൊക്കെ കണ്ടുകൊണ്ട് ലോകം അവസാനിക്കുന്നു പറഞ്ഞേ കെട്ടിയോർത്ത് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ഞാൻ പറയുന്നു. അതെ, കണിശമായിട്ടും നമ്മൾ മരിക്കുമ്പോൾ ലോകം നമുക്ക് അവസാനിക്കും. അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം എപ്പോഴും. നമ്മൾ ഓർക്കണം, നമുക്ക് എന്നും ഒരു ക്രിസ്മസ് ഉണ്ട്. അതെന്താണ്? ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുക ദൈവബലിയിൽ. അതുകൊണ്ട് ഒരു അനുദിനം ഹൃദയത്തെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്ത് അവിടുത്തോട് ഒന്നായി എന്നും ക്രിസ്മസ് ആഘോഷിച്ച് ജീവിക്കുമ്പോൾ ഏത് നിമിഷത്തിൽ നമുക്ക് പോകേണ്ടി വന്നാലും സന്തോഷത്തോടെ പോകാൻ സാധിക്കും, പരലോക ജീവിതം പോകുവാൻ കഴിയും. അതാണ് ലോകാവസാനം നിങ്ങൾക്കും എനിക്കും. ലോകം മുഴുവൻ അവസാനിക്കുന്ന കാണാനായിട്ട് മറ്റുള്ളവർ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ കൊല്ലവും കണിശമായിട്ടും ഭൂകമ്പമുണ്ടായെന്ന് വരും, വെള്ളമില്ലായ്മ ഉണ്ടാകും, മഴയില്ലായ്മ ഉണ്ടാകും, ചിലപ്പോൾ യുദ്ധം ഉണ്ടായെന്ന് വരാം, കെടുതികൾ ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിന് വേണ്ടി. ഒരിക്കൽ കൂടി ജീവിക്കുന്നതായ പുൽക്കൂട്ടിൽ പറഞ്ഞ ജീവിക്കുന്നതായ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.